ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇവനാണ് എൻ്റെ കുട്ടാപ്പി. ഈ വീഡിയോ എടുക്കുന്നത് സൂചന ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയം. കുട്ടാപ്പി മാത്രല്ല, ലുട്ടാപ്പിയും കൂടി ഉണ്ട്. പണ്ടല്ലാണെങ്കിൽ ഇവരെ വയലിലെ പണിക്കാരായിരുന്നു. ഇപ്പൊ പിന്നെ പറയണ്ടല്ലോ, ഇപ്പം കുറച്ച് തടിയും വണ്ടെല്ലാം ഉണ്ടെങ്കിൽ കേവലം മാംസം മാത്രം. സൈക്കിള് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നല്ലേ പറയും. ഗൗരി പശുവിന്റെ ഒരു കഥയുണ്ട്. സുന്ദരിയായ ഗൗരി പശു. രാമയ്യനും സീതയ്ക്കും മകളെ പോലെയായിരുന്നു അവൾ. ഗൗരി അവർക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടു കൊടുത്തു. ആ സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒരു പങ്ക് ഇല്ലാത്തവർക്ക് അവർ. പക്ഷെ ഇതൊന്നും ഉണ്ടല്ല, അവരുടെ അയൽക്കാർക്ക് സഹിക്കാൻ പറ്റും. അവര് ഗൗരിയെ മാറ്റി. പിറ്റേ ദിവസം മുതലേ അയൽവാസികൾക്ക് അവള് പാല് നൽകി. പക്ഷെ രാമയ്യനും സീതയ്ക്കും ദൈവം മറ്റൊരു പശുവിനെ സമ്മാനിച്ചു, ഗൗരിയെ പോലുള്ള മറ്റൊരു പശു. പക്ഷെ ഈ അയൽവാസികൾക്കോ മനസ്സിലെ അസൂയയും കുശുമ്പും കാരണം അവർക്ക് തകർച്ചയാണ് നേരിടുന്നത്. അപ്പൊ ഞാനിവിടെ എന്താ പറഞ്ഞ വെച്ചാൽ, അസൂയയും കുശുമ്പും നേടിയ കാര്യം എല്ലാവർക്കും ഒരേപോലെ ആവാൻ പറ്റിയ ഈ ലോകം പിന്നെ എന്തിനാണ്? അവിടെ എന്താ വ്യത്യസ്തതയുണ്ട്? നമ്മൾ ചെയ്യേണ്ടത് നമുക്കില്ലാത്തതിൽ നമ്മൾ സങ്കടപ്പെടാതെ ഉള്ളതിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷം. നമുക്ക് ചുറ്റും തന്നെ നമ്മളെ സന്തോഷമുണ്ട്. അമ്പിളിന്റെ മോനാന്ന് ലുട്ടു. അമ്പിളിനെ കണ്ടെത്തുന്ന കൊണ്ടെന്ന് ഒരു കുളിയും കഴിഞ്ഞിട്ടാകുമ്പം അമ്പിളിന്റെ പാല് ഇറക്കും. ലുട്ട് എന്താ ചിന്തിക്കുന്നുണ്ടാവുന്ന അറിയാം. ഓഹ്, ഇവരെ കലാപരിപാടി കഴിഞ്ഞിട്ടാണ് എനക്കൊന്ന് പാല്. അങ്ങനെ ലുട്ടുവിന്റെ ചാൻസ് എത്തി. പാല് കുടിക്കേണ്ട സമയം പിന്നെ അവനൊന്നും കാണും. ഇതാണ് എൻ്റെ ഒരു മാമൻ. കുറെ മാമനുണ്ട്, അതാണ് ഒരു മാമൻ എന്ന് പറഞ്ഞത്. മാമനാണ് ഇവരുടെ എല്ലാം മോളിനോട്. അമ്പിളി ആദ്യം കുറച്ച് ഇച്ചിരി മടിയായിരുന്നേ. ഇപ്പൊ പ്രശ്നം എന്തോ ഒരു കുരുത്തക്കേട്. അതിനിടയിൽ അമ്മേന്റെയും മോൻ്റെ സ്നേഹപ്രകടനം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ കറന്നെല്ലാം കഴിഞ്ഞ് ബാക്കി പാല് നമ്മുടെ ലുട്ടുവിന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ.